അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഇരിക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു, അൽഹംദുലില്ലാ. ഏതാ ഫ്ലൈറ്റ്? എയർ ഇന്ത്യ എക്സ്പ്രസ്. ഉമ്മ തന്നയച്ചതാ. ഞാൻ മരുന്ന് പറഞ്ഞിരുന്നു വൈഫിനോട്, അതാണ്. അതെ. എന്താ നാട്ടിലൊക്കെ വിശേഷം? നാട്ടില് ഷമീറിന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ. വല്ലാത്ത അവസ്ഥയാണ് അവിടെ. എന്തിനാ അവൻ ആത്മഹത്യ ചെയ്തേ? മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് അവൻ എന്നെ ഒന്ന് കണ്ടിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കെല്ലാം പരിഹരിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അവനോട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ. എന്തായിരുന്നു അവരുടെ പ്രശ്നം? നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആവ്. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. അതുപോലെ ഒരു പക്ഷേ ഞാൻ ലീവിന് നാട്ടിൽ ചെന്നപ്പോൾ ഷമീറിൻ്റെ ഉമ്മ വീട്ടിൽ വന്ന് കുറേ കരഞ്ഞു, അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടിട്ടാണ് അവനെ ഞാൻ വിസിറ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ പ്രാർത്ഥന കൊണ്ട് ആവാം അവൻ നല്ലൊരു നിലയിലെത്തിയത്. പക്ഷേ അതിനുശേഷം അവൻ്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറി. Cyril, please come. ഗുഡ് മോർണിംഗ് സാർ. Good morning, Cyril. ഇന്ന് സ്റ്റാഫ് ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടോ? അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ് ആബ്സെൻ്റ് ആണ് സാർ ഇന്ന്. എന്തായി ന്യൂ എംപ്ലോയീസിൻ്റെ വിസ പ്രോസസ്സിംഗ്? വിസ അപ്രൂവലാണെന്ന് PR വിളിച്ച് പറഞ്ഞിരുന്നു സാർ. എപ്പോഴാണ് ക്ലയൻസുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഷാർപ്പ് 10 o'clock. പേപ്പേഴ്സ് എല്ലാം റെഡി ആണോ അല്ലേ? പേപ്പേഴ്സൊക്കെ റെഡിയാണ് സാർ. ഓക്കെ. താങ്ക് യു. ഹലോ, നിനക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നും കിട്ടിയില്ല? 4 വിസിറ്റിങ്ങിന് വന്നതിന് ശേഷം കിട്ടിയ ജോലിയാണ് സാറേ. എവിടാ സെൻറ്റർ? സെൻറ്ററൊന്നുമില്ല. ഇതാണ് ആള്. മുംബൈയിൽ സിലാക്ടറാണ്. ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റിലുണ്ട്. വയസ്സ് 19. 1000 ഫീസ്. കണ്ടാലൊരു ഫിലിം ആക്ടർ പോലെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പോലെ. ഓക്കെ. മേ ഐ കമിൻ സാർ? യെസ്. സാർ, സാറിൻ്റെ നാട്ടുകാരെന്ന് തോന്നുന്നു, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ, വരാൻ പറ. ചെന്നോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്ക്. ഹായ്, ഇരിക്ക്. എന്താ ഷംസുക വിശേഷമൊക്കെ? നിന്നൊന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഓ, എന്താ വീട്ടിലെ വിശേഷമൊക്കെ? ഓ സുഖമായിട്ടിരിക്കണം. കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞു എന്ന് പിള്ളേർ പറഞ്ഞു. കൊണ്ടുവന്നോ വൈഫിനെ? ഓ, വൈഫ് എടുത്തിട്ട് 2 മാസമായി. അതെ. ഇതാരാ? ഇത് നീ അറിയില്ലേ, നമ്മുടെ ബാലേട്ടനെ കഴിഞ്ഞ വർഷം ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകനാ. എന്താ പേര്? സന്തോഷ്. എന്ത് ചെയ്യുന്നു? വിസിറ്റ് വിസയിലാണ് ഇപ്പോൾ. വേറെന്താ വിശേഷമൊക്കെ? ഞാൻ നിന്നെ കാണാൻ വന്നത് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലെ
പാവപ്പെട്ടൊരു പെൺകുട്ടിയെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവാസികളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് സഹായം വേണം. പിന്നെ ഇവൻക്കൊരു ജോലി. സന്തോഷ് ഏതുവരെ പഠിച്ചു? ബികോം കംപ്ലീറ്റഡ് ആണ് സാർ. ഇതാണ് CV. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം അനുസരിച്ച് ഇത് രണ്ടും ഈസിയായി നടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കമ്പനിയിൽ വേക്കൻസി ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. പിന്നെ ഷംസുക്കാക്കൊന്നും തോന്നരുത്, ഇതിപ്പോൾ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിലാണ്. ഇത് വെച്ചോളൂ. മോനെ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ശരി, ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരോട് കാണാനുണ്ട്. ഓക്കെ. 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 മോനെ, ഇതിലും ബുദ്ധിമുട്ടുള്ളൊരു കാലുണ്ടായിരുന്നു നിനക്ക്. അത് നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. സാറേ. യെസ് സാർ. ഇനി മുതൽ എന്നെ അന്വേഷിച്ച് എൻ്റെ നാട്ടുകാർ വരികയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. സാർ, എന്താ? സാറിൻ്റെ മെഡിക്കലിന് പോകാനുള്ള പേപ്പേഴ്സാണിത്. സാർ ഇന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ സാറിൻ്റെ വിസ റിന്യൂ ചെയ്യാൻ ഫൈൻ വരും. ഓക്കെ. ഓക്കെ സാർ. എന്തേ വൈകിയത്? വിസ റിന്യൂ ചെയ്യാൻ മെഡിക്കലിൽ പോയിരുന്നു. ഞാൻ ഫോൺ വിളിച്ചിരുന്നല്ലോ, എടുത്തില്ല. ഒന്ന് തിരിച്ചു വിളിക്കായിരുന്നു. അവിടെ കുറച്ച് തിരക്കായി പോയി. ശരി, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. വെയിറ്റ് ചെയ്യ്, ഷെറിൻ വരുന്നുണ്ട്, ഒരുമിച്ച് കഴിക്കാം. എന്തിനാ അയാൾ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നത്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇനി അവനെപ്പറ്റി ഇങ്ങനൊന്നും പറയരുത്. ശരി, ഞാനിനി ഒന്നും പറയുന്നില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്ടാ. വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? ഓ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്തുപറ്റി? വാ, സാധനം കാണിച്ചു. വിയറ്റ്നാമിനാ പുതിയ വിസ. പതുക്കെ പറ, വൈഫ് കേൾക്കും. വാ, ഭക്ഷണം കഴിക്കാം. ഓക്കേടാ, വൈകിട്ട് റൂം കാണാം. വരാം. കൊള്ളാലോടാ. സൂക്ഷിച്ചേട്ടാ. സേഫ്റ്റി ഉണ്ടല്ലോ. ഒന്ന് പോടാ. വാ.
വാ ഇരിക്ക്. ഷമീർക്ക ഇവിടെ ഇല്ലല്ലോ, എന്താ വന്നത്? ഞാൻ ഷമീർ ഖാനെ കാണാൻ വേണ്ടി വന്നതല്ല, നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എന്നെയോ? എന്നെ എന്തിനാ കാണുന്നേ? ഇതാ നിന്റെ ഷമീർ ഖാൻ ഒന്ന് നീ കാണ. ഇതൊന്നും മറ്റാരും കാണരുത്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യോ പ്ലീസ്. മൊബൈലിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യും? എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, നമുക്കവനെ മാറ്റിയെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാനിവിടെ വന്നതോ നിന്നെ കണ്ടതോ ഒരു കാരണവശാലും ഷമീർ അറിയരുത്. അതില്ലെന്ന് സത്യം ചെയ്യും. സത്യം ഞാൻ പറയില്ല. ഓക്കെ. ഇക്ക എന്താ എഴുന്നേക്കുന്നില്ലേ? സമയം കുറേ ആയി. ഇന്ന് ഓഫീസിൽ പോണ്ടേ? വല്ലാത്തൊരു ചൊറിച്ചിലും പനിയും ഭയങ്കര ഒരു അസ്വസ്ഥത. ഇവിടെ എന്താ മുഴച്ചിരിക്കുന്നേ? നീ ഒരു ചായ എടുത്ത് പോയിട്ട്. ചായ അവിടെ വെച്ചേക്ക്. എങ്ങോട്ടാ പോന്നേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട്. ഹലോ, നിങ്ങളാണോ ഇവിടെ താമസിക്കുന്നത്? 6 മാസം മുന്നേ മുംബൈയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഞാൻ അവരന്വേഷിച്ച് വന്നതാണ്. സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഗുഡ് മോർണിംഗ് ഷമീർ. ഗുഡ് മോർണിംഗ് സർ. എന്താണ് സർ? മിസ്റ്റർ ഷമീർ, നിങ്ങൾക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്.
നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നു. നിങ്ങളുടെ ബ്ലഡ് HIV ഇൻഫെക്റ്റഡ് ആണ്. കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്തു. ഈ രാജ്യത്ത് നിന്ന് ഡീപോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ നടക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ വൈഫിനോട് കാര്യങ്ങൾ പറയേണ്ടി വന്നു. സാർ എന്ത് പറ്റി? ഒന്നുമില്ല. അറിയോ? ഓക്കെ ഓക്കെ. സിറിൽ പ്ലീസ് എനിക്കൊരു ഗ്ലാസ് വെള്ളം. ഓക്കെ സാർ, ഇപ്പോൾ കൊണ്ടുവരാം. ഹലോ ഹലോ, ഷംസുക്ക, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞാൻ ക്യാമ്പിലുണ്ട്. നിങ്ങളിപ്പോൾ ഒന്ന് കാണണം. അതിനെന്താ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. 5 മണിക്ക് മുമ്പ് പോയോ? ഓക്കെ. ഓക്കെ. സിറിൽ, എന്താ എൻ്റെ മെഡിക്കൽ? 4-ാം തീയതി ഓക്കെ ആവും സാർ. ഓക്കെ. ശരി സാർ. അയ്യോ, ഭക്ഷണം കഴിക്കായിരുന്നോ? ഷമീറ. ഇല്ല, നിങ്ങൾ കഴിക്കും. അല്ല വാ, ആ പ്ലേറ്റും എടുത്തോ. എന്താണ്? സുഖാണ്. ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റായി. മതി. ഷമീറ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ഷംസുക്ക എന്നോട് ക്ഷമിക്കണം. അന്ന് ഓഫീസിൽ വന്നപ്പോൾ കുറച്ച് അഹങ്കാരത്തോടെയാണ് പെരുമാറിയത്. അതൊക്കെ ഞാൻ അപ്പളേ വിട്ടറാ, അത് കാര്യാക്കണ്ട. ഇതാ 20,000 ഉണ്ട്. നാളെ ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഉണ്ടാവുള്ള ബോധം എനിക്കിപ്പോഴാണ് വന്നത്. ഇതാ നിൻ്റെ ഓഫർ ലെറ്റർ. നീ നാളെ തന്നെ ജോയിൻ ചെയ്യണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. രോഗങ്ങൾ തന്നെ എന്നെ പരീക്ഷിക്കുന്ന നാഥൻ ഇനിയുള്ള കാലം എൻ്റെ കുടുംബത്തോട് സന്തോഷമായി മാന്യമായി ജീവിച്ചുകൊള്ളാം. ഹലോ. സിറിലാണ് സാർ. സാറൊന്നും ഓഫീസിലേക്ക് വരുന്നില്ലേ? ഇല്ല. PR വിളിച്ചിരുന്നു. സാറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. യാ അല്ലാഹ്. സാറൊന്ന് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഒരു പേപ്പർ കൂടി സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ. അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ റിന്യൂവിന് കൊടുക്കാം. ഓക്കെ, ഞാൻ നാളെ വരാം.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാലം പോയപ്പോൾ ഓക്കെ. എന്നിട്ടിപ്പോൾ ഷെറിനിപ്പോൾ എവിടെ ഉണ്ട്? ഷമീർ ആത്മഹത്യ ചെയ്ത അന്ന് തന്നെ അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഷമീറിൻ്റെ വൈഫ്? ആ കുട്ടി ഇപ്പോൾ വളരെ ദയനീയാവസ്ഥയിലാണ്. ഷമീർ അവൻ്റെ ഫ്ലാറ്റിലാണല്ലോ ആത്മഹത്യ ചെയ്തത്. ഒരു ദിവസം മുഴുവൻ അവൻ്റെ കാലും പിടിച്ച് ആ കുട്ടി കരഞ്ഞു കിടന്നു. പിന്നെ അവൾ നോർമൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല.